അസ്സലാമു അലൈക്കും. എല്ലാം റാഹത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ നേരെ ബാത്റൂമിലേക്ക് കാണിച്ചപ്പോൾ അവിടെ നേരെ പോയി കുളിച്ച് റെഡിയായി വന്നിട്ട് ഷൂ ഇടുമ്പോക്കുണ്ട് റൂമിൻ്റെ ഡോറിലേക്ക് ഒരുത്തരം മുട്ട നിന്നു. കമ്പക്കാരി നമ്മൾ ഇച്ചു വന്നിരുന്നു റൂമിലേക്ക്. ഇത് ഇച്ചുൻ്റെ വണ്ടിയാവേ. ഈ വണ്ടിയിൽ ഞാൻ പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ നിന്ന് 2 ചങ്ങായിമാർ വരുന്നുണ്ട്. അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചു സെപ്പിക്കണം 3 ആൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഡാഷ്ബോർഡിൽ ക്യാമറ വെച്ചിടാന്ന്. അവനക്ക് ക്യാമറ വെക്കാൻ അറിയുന്ന, അവനക്ക് ക്യാമറ വെക്കാൻ അറിയുന്നില്ല. എന്നിട്ട് ചില വെച്ചിങ്ങനെല്ലാം വെച്ചിട്ട് അവനെല്ലാം ശരിയായി എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരുന്ന് അതിലും വെക്കുന്നു ഇതെന്നെ പണി. അങ്ങനെ സെറ്റാക്കിപ്പം 3 കഥ പറഞ്ഞുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ട്. അതിൻ്റെ ഇടയിൽ ഇച്ചു സെപ്പിക്ക് എന്തെങ്കിലും ഉപടായി പറയുന്നുണ്ട്. പണ്ടത്തെ സൗദി അങ്ങനെ ഉണ്ടായി, സൗദി ഇങ്ങനെ ഉണ്ടായി എന്നല്ല പറഞ്ഞിട്ട് എല്ലാം ഞാനും കേട്ട് ഞാൻ പുതിയ ആളെ 2 കൊല്ലം എത്ര വന്നിട്ട് അങ്ങനെ നമ്മൾ 3 ആൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ട്. അങ്ങനെ ഇച്ചുവിൻ്റെ ഡ്രൈവിങ് അതാ പുറത്തത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുറത്തത്തെ ക്യാമറ ആക്കി എന്ത് കാണണ്ട. ഇങ്ങോട്ട് നോക്കിയെങ്കിലും മരുഭൂമി മണ്ണ് തന്നെ. ഇത് എയർപോർട്ട് റോഡ് ഒരു വണ്ടി പോകുന്നുണ്ട്. ഇച്ചുവിനെ ഓവർട്ടേക്കാക്കിക്കൊണ്ട് പോയി. ഇത് 7ാമത്തെ എന്തോ വണ്ടി പോകുന്നത്. അതിൽ ഒന്ന് സൈക്കിളാണ് പോയത്. ഇച്ചുവിൻ്റെ വണ്ടി 30ൻ്റെ മുകളിൽ ഞാൻ കയറില്ല എന്നുള്ള ഭാഗത്തിൽ ഇച്ചുവിൻ്റെ വണ്ടി നിന്നിന്. എന്നിട്ട് നേരെ വിട്ട് എയർപോർട്ടിലേക്ക് ഒരു ആക്സിഡൻ്റ് എടുത്ത് ഇച്ചിനെ കടത്തി വെട്ടിക്കൊണ്ട് പറിക്കൊണ്ട് പോകുന്നുണ്ട്. ആസാസം അതിൽ കാണാൻ നമുക്ക്. അങ്ങനെ എല്ലാവരും 1/2 മണിക്കൂറിൽ ഇച്ചു എയർപോർട്ടിലേക്ക് എത്തിച്ചു. 10 മിനിറ്റിൻ്റെ വഴി എയർപോർട്ടിലേക്ക് എത്തി. എന്നിട്ട് ഇത് അഫ്സൽ, ഇത് ഇച്ചു, ഇത് വേറെ ഇച്ചു പറഞ്ഞിച്ചു. അങ്ങനെ ഓരേം കൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് വണ്ടി മാറ്റി സ്പീഡില്ലാത്തതുകൊണ്ട് അത് ഇച്ചാൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ എൻ്റെ റൂമിലേക്ക് പോയി. എന്താക്കുന്നത് എല്ലാം സഹിക്കുന്നത്. അങ്ങനെ ഇന്നത്തേക്കുള്ളത് യോഗ്യത. ഓക്കെ, ബൈ.